വ്യാജ വാർത്തയിൽ CPM നേതാവ് PK ശ്രീമതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരാതി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറി. PK ശ്രീമതിക്ക് എതിരെ വ്യാജ വാർത്ത നൽകിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പ് നൽകി. രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, കഴിഞ്ഞ ദിവസമാണ് വിതുമ്പിക്കരഞ്ഞത്. തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകുമ്പോൾ ആ പരാതിയിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും നൽകിയ ഉറപ്പും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കക്ഷി ഭേദമില്ലാതെയാണ് ഈ വിഷയത്തിൽ PK ശ്രീമതിക്ക് നേതാക്കളാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞവരാകട്ടെ പിന്തുണ നൽകുന്നത്. കാരണം ഈ വിഷയം ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. നിലവിൽ എന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇതിലെന്തായാലും കർശനമായ നടപടി ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് ഈ പരാതി കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. നിലവിൽ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല. കാരണം ഇത്തരത്തിലൊരു വ്യാജ പ്രചാരണം ആർക്കെതിരെയും ഉണ്ടാകരുത്, നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് PK ശ്രീമതി ആവർത്തിച്ച് പറയുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വൈകാരികമായാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ PK ശ്രീമതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയപ്പോൾ പ്രതികരിച്ചത്. ഇത്തരത്തിലൊരു വാർത്ത നൽകിയപ്പോൾ എന്തുകൊണ്ട് തന്നെ വിളിച്ചില്ല എന്ന് ചോദിക്കുന്നു. പല സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ പല ഘട്ടങ്ങൾ രാഷ്ട്രീയമായി പല ഘട്ടങ്ങളിലൊക്കെ വിഷമം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ല നിലപാടിലായിരുന്നു. എന്തായാലും പല കോണുകളിൽ നിന്ന് പിന്തുണ PK ശ്രീമതിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോഴും പരാതിയിൽ മുഖ്യമന്ത്രി കർശനമായ നിലപാടെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്.